ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് വൈകിയെന്ന ആരോപണത്തിൽ മറുപടി നൽകി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. തെരഞ്ഞെടുപ്പ് മന്ദഗതിയിലെന്ന് പറയാൻ കഴിയില്ല. 95% ബൂത്തുകളിലും 6 മണിയോടുകൂടി തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു. അതേസമയം ഉദ്യോഗസ്ഥരുടെ പരിചയക്കുറവ് ചെറിയ കാലതാമസം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടികയും കുറ്റമറ്റതെന്നും സഞ്ജയ് കൗൾ കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് വൈകിയെന്ന ആരോപണത്തിലാണ് മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ജനം ടിവിയോട് പ്രതികരിച്ചത്. വടകര മണ്ഡലത്തിൽ മാത്രമാണ് പോളിംഗ് നീണ്ടത്. ഇന്നലെ ഉത്തര കേരളത്തിൽ നല്ല താപനിലയാണ് രേഖപ്പെടുത്തിയതെന്നും ചൂട് കാരണം ആളുകൾ ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ബൂത്തിലേക്ക് എത്തിയതെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ ജനം ടിവിയോട് പറഞ്ഞു. Compared to 721, ഇപ്പോൾ നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ് 71.23 ആണ്. അത് കൂടാൻ സാധ്യതയുണ്ട്. കാരണം പോസ്റ്റ് ബാറ്റ്സിന് കണക്കെടുത്തിട്ടില്ല. അത് കുറച്ചുകൂടി കൂടും. ചിലപ്പോൾ 1.5% കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നലെ നല്ല ചൂടായിരുന്നു. ചിലപ്പോൾ അത് ബാധിച്ചിട്ടുണ്ടോ അതാണ് നമുക്ക് ഒരു സംശയം. കാരണം 1 മണി മുതൽ 3 മണി വരെ വോട്ടിംഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധയിൽ വന്നു. പക്ഷെ എന്നാലും ഈ സമയത്ത് വോട്ടിംഗ് ട്രഡീഷണലി കുറവാണ്. ഇന്നലെ അത് കുറഞ്ഞിട്ടുണ്ട്. ബീപ് ശബ്ദം കേൾക്കാൻ വൈകിയെന്ന പരാതി ഇതുവരെ കിട്ടിയിട്ടില്ല. പരാതി കിട്ടിയാൽ ഉറപ്പായും പരിശോധിക്കുമെന്നും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് കൂടുതൽ സമയമെടുത്തുവെന്നും സഞ്ജയ് കൗൾ വ്യക്തമാക്കി. KC വേണുഗോപാലിന് മറുപടിയും സഞ്ജയ് കൗൾ നൽകി. തെരഞ്ഞെടുപ്പും വോട്ടർ പട്ടികയും കുറ്റമറ്റതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വോട്ടിംഗ് പ്രോസസ് തുടങ്ങുമ്പോൾ നമ്മുടെ പോൾസ് അനൗൺസ് ചെയ്ത ഈ സമയത്ത് നമുക്ക് 2-3 പരാതികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഫിസിക്കലി പരിശോധിച്ചു. എല്ലാം അടിസ്ഥാനരഹിതമായിരുന്നു. കംപ്ലൈനൻസ് ഹൈക്കോടതി പോയി. ഹൈക്കോടതി ഇത് തള്ളി. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയുടെ ഡെവലപ്മെൻറ്റ്സ് ആണ്. സ്പെസിഫിക് പരാതി ഇന്നലെ നമ്മുടെ കയ്യിൽ ഒന്നും വന്നിട്ടില്ല. സ്പെസിഫിക് പരാതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ പരിശോധിക്കാമായിരുന്നു. പക്ഷേ സ്പെസിഫിക് പരാതി വന്നിട്ടില്ല. ഇത് ജനറലൈസ്ഡ് ഒരു കംപ്ലീറ്റ് വോട്ടർ പട്ടിക തെറ്റാണ്. സോ സ്പെസിഫിക് കംപ്ലൈൻറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് പരിശോധിക്കാൻ പറ്റൂ. വീട്ടിൽ വോട്ട് ചെയ്തവർ 1,65,205 പേരും അവശ്യ സർവീസ് വിഭാഗത്തിൽ ഉള്ളവരുടെയും ഉദ്യോഗസ്ഥരുടെയും പോസ്റ്റൽ വോട്ട് 39,111 ജനം, തിരുവനന്തപുരം.